ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയൂണിന് പറ്റിയൊരു കിഡിലെ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഊണിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ബാക്ക് സൈഡിലൊരു നാര് പോലെ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റി നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അര ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വെറുതെ കണ്ടാൽ പോരാ, വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് എൻ്റെ വീഡിയോ എത്തുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് നേരം ഇതിനെ മാറ്റി വയ്ക്കണം കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അത് ആദ്യം വിട്ടുപോയി കേട്ടോ, അത് ഇടാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ടൊരു 30 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഞാനൊരു 35 ചെറിയ ഉള്ളി, പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത്, ചെറുള്ളിയെന്നും കൊച്ചുള്ളിയെന്നും കുഞ്ഞുള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ചെറിയ ഉള്ളി. അപ്പോൾ അതൊരു 35 എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വലിയ വെളുത്തുള്ളിയും ഞാൻ വലുതായിട്ടോ എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതിനൊന്ന് അരച്ചെടുക്കാം. അവിടെ ചെറിയ ഉള്ളി ഈ സമയത്ത് അരയ്ക്കുന്നില്ല കേട്ടോ, ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി മാത്രം ഈ സമയത്ത് അരച്ചെടുക്കുവാണ്. ഇപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ. ഇനി അതിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് ഫ്രൈ ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ അതിങ്ങനെ റബ്ബർ പോലെ ആയിപ്പോവും. ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. ചെമ്മീൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഓവർ കുക്ക് ചെയ്താൽ പിന്നെ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു 4 മിനിറ്റൊക്കെ ഇട്ടാൽ മതി, അപ്പോഴും തന്നെ നല്ലവണ്ണം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് അങ്ങ് കോരി മാറ്റിയാൽ മതി. എന്നതിന് ശേഷം നമുക്ക് ഇത് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിൽ ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സവാളയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത് എപ്പോഴും ചെറിയ ഉള്ളിൽ ചെയ്യുമ്പോഴാണല്ലോ. ഇപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടിക്കകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ, നമ്മുടെ റോസ്റ്റ് റെഡിയാക്കുന്നത് ചട്ടിയിലാണ്. അതിൻ്റെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ എടുത്തില്ലേ, ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഓയിലാണ്. ആ ഓയിലും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ റോസ്റ്റിന് കിട്ടാൻ പോകുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അതുകൊണ്ട് ആ എണ്ണ കളയാൻ പാടില്ല, അത് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ട് 35 ഞാൻ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായി, അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയിട്ട്, അത് ഫുള്ളായിട്ട് വഴറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ്, ഇപ്പോൾ നമ്മൾ ചെമ്മീനിൽ ഫ്രൈ ചെയ്യാൻ നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അധികം ഉപ്പിടേണ്ട കാര്യമില്ല, ഉപ്പ് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല അടിപൊളി മണമാണ്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല വാസനയല്ലേ വരുന്നത്. അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതങ്ങ് ഉടച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ തന്നെ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെപ്പർ പൗഡറും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം. കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ? അതേപോലെയാണ് കഴിക്കാൻ, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മുടെ ചെമ്മീനും കൂടെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചെമ്മീനാണ്, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അരപ്പെല്ലാം ചെമ്മീനിൽ ഒന്നും കൂടെ ഒന്ന് പിടിച്ച് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണമല്ലോ, നമ്മുടെ അരപ്പെല്ലാം ഇതിലൊന്ന് പിടിക്കേണ്ട. ഓവറായിട്ട് വെള്ളം ചേർക്കേണ്ട, കാര്യം നമുക്ക് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഓർമ്മ വേണം, ഓവർ വെള്ളം വേണ്ട. എന്നതിന് ശേഷം കുറച്ച് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിതൊരു 4-5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 4 മിനിറ്റൊക്കെ തന്നെ മതിയാവും. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാകുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം ഒന്ന് വറ്റുകയും ചെയ്യും, നമ്മുടെ ഈ അരപ്പെല്ലാം നമ്മുടെ ചെമ്മീനിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഒരു 4 മിനിറ്റും കൂടെ ഒന്നിത് ഇതാക്കി വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ കിടക്കുന്നത്. ലോ ഫ്ലെയിമിൽ ചെയ്യുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ കരിഞ്ഞുമൊക്കെ പോകും. അപ്പോൾ ഇപ്പോൾ കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ വറ്റിക്കേണ്ട കാര്യമില്ല, കാര്യം ഇത് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടുമല്ലോ. ഇനി ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ നാടൻ ഐറ്റം എല്ലാം ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇച്ചിരി കൂടുതലിടുന്നത് എപ്പോഴും നല്ലതാണ്. നല്ലതുപോലെ നമ്മുടെ കറിക്കൊക്കെ നല്ലവണ്ണം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയല്ലേ. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തായിരുന്നു. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറ് നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, അടിപൊളി ടേസ്റ്റാണെന്ന്. അപ്പോൾ സത്യമായിട്ടുള്ള കാര്യമാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലിടുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.